വികസന മുരടിപ്പാണ് LDF ഭരിക്കുന്നിടത്ത് കാണുന്നതെന്നും ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വികസന പിന്നോക്കത്തിനെതിരെ ജനം വിധിയെഴുതുമെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വില്ലേപ്പള്ളി പഞ്ചായത്ത് മലാറയ്ക്കലിൽ UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വില്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡായ മലാറയ്ക്കൽ UDF കുടുംബസംഗമം മുൻ പ്രതിപക്ഷ നേതാവും AICC സെക്രട്ടറിയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വില്ലേപ്പള്ളി മലാറയ്ക്കലിൽ എത്തിയ രമേശ് ചെന്നിത്തലയ്ക്ക് വഞ്ചനാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വികസന മുരടിപ്പാണ് LDF ഭരിക്കുന്നിടത്ത് കാണുന്നതെന്നും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വികസന പിന്നോക്കത്തിനെതിരെ വിധിയെഴുത്തായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എന്ത് വികസനം ഉണ്ടായി? വൻകിട വികസന പദ്ധതികൾ. ഇവിടെ ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഹൈവേ തുടങ്ങി വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഹൈവേയുടെ കാര്യം മിണ്ടുന്നില്ല. കാരണം ഈ ഹൈവേ എല്ലാം താഴെ വീഴുന്നുണ്ട്, അല്ലേ? ഹൈവേ എല്ലാം താഴെ പോകുന്നുണ്ട്. ഹൈവേ വീണ് എന്റെ മണ്ഡലത്തെ ഒട്ടും മരിച്ചു. അതിന് രാത്രി പാവം തമിഴ്നാട്ടിൽ നിന്ന് മുട്ടയുമായി വന്നതാണ്. എറണാകുളത്ത് ഇറക്കിയിട്ട് ആ വണ്ടി കൊണ്ടുവന്ന വഴിയാണ് ഒരു ഗ്രേഡർ മുകളിൽ താഴെ വീണ് ഇയാൾ മരിച്ചു. ആലോചിച്ചു, വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ് മരിച്ചത്. എന്റെ മണ്ഡലക്കാരൻ, ഒരു CPI കാരനാണ്. അതുകൊണ്ട് ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നില്ല, ഹൈവേ പറ്റി പറയുന്നില്ല. ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്ത് നേട്ടം കേരളത്തിൽ ഉണ്ടാക്കി? ഒരക്ഷരം പറയാനില്ല. തുടർഭരണം ഒരു ശാപമായി മാറി. ഞാൻ എവിടെ ചെന്നാലും ആളുകൾ എന്നോട് പറയാം, സാറേ ക്ഷമിക്കണം, കാരണം ഞങ്ങൾ കോവിഡിന്റെ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നു, ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. അപ്പോഴാണ് ഗവൺമെന്റ് ഓരോ കിറ്റ് തന്നത്. ആ കിറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അറിയാതെ വോട്ട് ചെയ്തു. പക്ഷെ ഇതുപോലൊരു ദുരന്തമുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നല്ല. ആ ദുരന്തത്തിന്റെ ഇരകളാണ് ഞങ്ങൾ. ഇപ്പൊ അതുപോലെ തന്നെ കിറ്റ് കൊടുത്ത പോലെയാണ് ഇപ്പൊ ഈ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ഈ ആനുകൂല്യം ഒന്നും ജനങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ നാട് എവിടെ നിൽക്കുന്നു? നാടിന് എന്ത് പ്രയോജനം ഉണ്ടാകുന്നു? ഈ കൊച്ചു കേരളം വളരുന്നുണ്ടോ? പുരോഗതി പ്രാപിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണം, നിക്ഷേപ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? വ്യവസായ വകുപ്പ് പറഞ്ഞ് ഞങ്ങൾ 1 ലക്ഷം വ്യവസായം തുടങ്ങുക. അതിൽ 50,000 എണ്ണം പൂട്ടിയപ്പോൾ തന്നെ. അത് ബാർബർ ഷാപ്പ്, ബുട്ടിക്ക് ഒക്കെയാണ് വ്യവസായമായിട്ട് കടന്നു. അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ അഷ്റഫ് പാറേമൽ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് ഐമൂസ, അനക നരിക്കുനി, തയ്യിൽ കുഞ്ഞബ്ദുള്ള ഹാജി, MK റഫീഖ്, അഡ്വക്കേറ്റ് PT ഇല്യാസ്, യൂനുസ് രാമത്ത്, പറമ്പത്ത് കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.